ഹായ് മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ്ടാ. ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലാണ് ഞങ്ങൾ നിൽക്കണേടാ. ഇന്നത്തെ ഈ വീഡിയോയിൽ 300 രൂപക്ക് ഊട്ടിയിലെ 10 സ്ഥലങ്ങൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോണേണ്ട. അതായത് ഊട്ടിയിലെ 10 ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അടിപൊളിയായിരിക്കും. 300 രൂപക്ക് എങ്ങനെയാണെന്നല്ലേ നമുക്ക് കാണിച്ചു തരാം. രാത്രി ഞങ്ങൾ ഊട്ടിയിലെത്തിയാണ്. അത് മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയിലായിരുന്നു. അങ്ങനെ ഊട്ടി വന്ന് ഞങ്ങളൊരു റൂം എടുത്ത് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ബോർഡ് ഒട്ടിച്ച് വെച്ചേക്കണുണ്ട്. ആ ഒട്ടിച്ച് വെച്ചാണ് ബോർഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് നമ്മൾ താമസിച്ച് റാസി നിഹാസ് പാരഡൈസ്. അത്യാവശ്യം നല്ലൊരു ലോഡ്ജാണ്. ഈ മേളിൽ കാണുന്നതൊക്കെ ഉണ്ട് റൂംസ് ആയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ നടക്കാനുള്ളൂ കേട്ടോ ഈ ലോഡ്ജിലോട്ട്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ പറഞ്ഞേട്ടാ. ഈ ഒരു സൈറ്റ് സീയിങ് ടൂറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഊട്ടിയിൽ നിന്ന് കൂനൂറിലേക്കുള്ള യാത്രയാണ്. ഇത്തരം 10 സ്ഥലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോണേട്ടാ. 2 പേർക്ക് 600 റുപ്പീസ് ആയിട്ടാ നമുക്ക് ഈ സൈറ്റ് സീയിങ് ടൂറിന്. നമുക്കൊരു മിനി ബസ് വരും. അതായത് ഈ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യണേട്ടാ. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട് ഈ സൈറ്റ് സീയിങ് ടൂറിൽ. ഒരെണ്ണം ഈ റൂട്ടിലേക്ക്, പൈക്കാര റൂട്ടിലേക്കും, ഒരെണ്ണം കൂനൂറിലേക്കും. ഞങ്ങൾ ഈ ഒരു ഏരിയയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഈ യാത്രയുടെ വിശേഷങ്ങളായിരിക്കും കൂടെ ഇന്നത്തെ വീഡിയോയിൽ. ഇതാണ് നമ്മുടെ റിസപ്ഷൻ വന്നേടാ. ആകെ ഒരു ഫ്ലോറേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നമുക്ക് ജസ്റ്റ് കയറാം. ഞാൻ നിങ്ങൾക്ക് റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്ക് 1000 രൂപ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ അറ്റത്തെ റൂമാണ്. എല്ലായിടത്തും ഫാമിലീസൊക്കെ ഉണ്ട്. ബാച്ചിലേഴ്സ് ഈ ഏരിയയിൽ കുറവാണ്, ഈ ഒരു ലോഡ്ജിൽ കുറവാണ്. അത്യാവശ്യം നല്ല സേഫായിട്ടുള്ള ഒരു ലോഡ്ജാണെന്ന് പറയാം. എല്ലാ റൂമിനും പേരുണ്ട്. മിക്കി 507 ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. ഇതാണ് റൂം വന്നത്. അത്യാവശ്യം അടിപൊളി റൂമാണ്. ഒരാൾക്ക് 500 രൂപ വെച്ച് 2 പേർക്ക് 1000 രൂപ ഉണ്ട് ഒരു ദിവസം സ്റ്റേ. പിന്നെ പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു റോഡിലോട്ടുള്ള വ്യൂ തന്നെ. പിന്നെ ബാത്റൂം പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാത്റൂമും. 7 മണി തൊട്ട് 10 മണി വരെ ചൂടുവെള്ളവും കിട്ടോട്ടെ ഇവിടെ. ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൂം രാത്രി ഈ ജനാല രാത്രി തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് തണുപ്പായിരിക്കും. കൂടാത്തതിന് ഒരു ഫാനും കൂടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതൊന്നും ഇട്ടില്ല, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ അടിയിലെ റിസപ്ഷനിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫുഡ് അവർ മേടിച്ചുകൊണ്ടൊന്നും തരാനും അവർ മടിക്കില്ല കേട്ടോ. എല്ലാം സെറ്റപ്പാണ്. നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാടാ. അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. 9:30 മണിക്കാണ് ബസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചയിലോട്ട് പോകാം. ഊട്ടിയിൽ വരുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ബോട്ടിൽ വേണം. അതായത് ചെറിയൊരു ബോട്ടിൽ, വാട്ടർ ബോട്ടിലായാലും മതി. ഈ ഒരു കുപ്പി നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല കേട്ടോ. പുറത്ത് കണ്ടു കഴിഞ്ഞാൽ പോലീസുകാരുണ്ട് കഴിഞ്ഞാൽ ഫൈൻ അടക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കുപ്പി നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം ബാഗിൽ തന്നെ ഇട്ടുകൊണ്ട് കിടക്കാം. ഈ കുപ്പി ബാൻഡാണ് നമ്മുടെ ഊട്ടിയിൽ. അതായത് നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ബാനാണെന്നാണ് പറയുന്നത്. മസിനഗുഡി അടക്കം ബാനാണ്. കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ പോകുമ്പോഴും ഒക്കെ വെള്ളം കുടിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കിട്ടുന്നത് 5 ലിറ്ററിൻ്റെ ക്യാനാണ് ഇവിടെ കടയിൽ കിട്ടുന്നത്. അത് ഷോവാണ്. അതും പിടിച്ചിട്ട് നടപടിയില്ലാത്ത കേസാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം ഒരു 10-60 രൂപയുടെ ഒരു ബോട്ടിൽ മേടിച്ചിട്ട് ബാഗിൽ ഇട്ടുണ്ടല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാപ്പുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ KSRTC ബസ്സോ തമിഴ്നാടിൻ്റെ ബസ്സോ ഒന്നുമല്ല, വ്യത്യസ്തമായിട്ടൊരു പ്രൈവറ്റ് മിനി ബസ് ടൂർ സൈറ്റിംഗ് യാത്രയുണ്ടാവും. ഫെബീസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ബസ്സിലാണോ നമ്മൾ പോണത്. ഒരാൾക്ക് 300 രൂപ വെച്ചിട്ട് കുറേ പേരുണ്ട് നമ്മുടെ ഒപ്പം ട്രാവൽ ചെയ്യാൻ. സോ 300 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ ഈ ബസ് കൊണ്ടുപോടാ. എന്നിട്ട് തിരിച്ച് വൈകുന്നേരം 5:30 മണിയാകുമ്പോൾ ഈ സ്ഥലത്ത് തന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ മച്ചന്മാരെ വീഡിയോയിലോട്ട് വാടാ. ഷൈബി കയറി സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വെളി നമ്മുടെ നാട്ടിലൊക്കെ കൊടും ചൂടാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെ പോലീസുകാർ ഭയങ്കര സീനാണ്. പാർക്കൊന്നും ചെയ്യാൻ സമ്മതിക്കൂല. അതുകൊണ്ട് വണ്ടിയും കൂടെ നീക്കിയിട്ടേക്കണം. ഫുള്ള് ബ്ലോക്കാണ് ഈ ഏരിയയിൽ. ഇതാട്ടോ നമ്മുടെ ഊട്ടി ബസ് സ്റ്റാൻഡ്. നമ്മൾ ഈ റൂട്ടിലേക്കാണ് കയറി പോണേട്ടാ. ബോട്ട് ഹൗസ്. 6 o'clock सब
गवर्नमेंट स्पॉट्स क्लोजिंग टाइम सर। ओके, प्राइवेट स्पॉट्स 8 o'clock तक ओपन रहेगा, गवर्नमेंट स्पॉट 6 o'clock क्लोजिंग टाइम सर, लास्ट 6 o'clock सर। फर्स्ट कंडीशन, गाड़ी में वैल्यूबल आइटम्स नहीं रखना है, मनी पर्स सेल फोन ऐसे वाला आइटम्स नहीं रखना है। सेकेंड, टाइमिंग फॉलो करना है। ओके, और थर्ड वन, आपका होटल एजेंसी या ट्रैवल एजेंसी में आप पे किया है ना, वो सिर्फ आपका ट्रैवल एक्सपेंस के लिए है। ओके, हम आपसे 50 रुपीज़ कलेक्ट करेगा। वो क्या चीज़ के लिए ना, 20 रुपीज़ पार्किंग, 20 रुपीज़ टी गार्डन जाएगा, सिंगारा टी गार्डन कुन्नूर में 2500 का प्राइवेट प्रॉपर्टी है, उसका एंट्रेंस 20 रुपीज़ है। और मैं गाइड करेगा आपको क्या क्या स्पेशलिटी है सब जगह में, उसके लिए 10 रुपीज़। ओके, टोटली एक पर्सन का 50 रुपीज़ कलेक्ट करते हैं। അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ത്രെഡ് ഗാർഡനിലേക്കാണ് പോണത്. ആദ്യം ത്രെഡ് ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ബോട്ട് ഹൗസിലേക്ക് പോകാം. 20 രൂപ വേണ്ട, ക്യാമറ യൂസ് ചെയ്യാൻ 20 രൂപ, അത് മൊബൈലിലാണെങ്കിലും നമ്മൾ 20 രൂപ കൊടുക്കണം. ഓക്കെ യെസ്, ரெண்டு பேர். நீங்க பார்க்கிறது எதுவும் ரியல் ஃப்ளவர்ஸ் கிடையாது, எல்லாமே ஆர்டிஃபிஷியல் ஃப்ளவர்ஸ். இது எல்லாமே கையால நூல்ல பண்ணிருக்காங்க. 6 கோடி மீட்டர் நூல் யூஸ் பண்ணி 50 பெண்களுக்கு ட்ரைனிங் கொடுத்து 12 வருஷம் ஆச்சு கார்டன் அமைக்க. ஊசி மெஷின் எதுவும் பயன்படுத்தாம கையாலே பண்ணிருக்காங்க. கலரிங்கோ பெயிண்டிங்கோ கிடையாது, கலர் டூல் மட்டும் யூஸ் பண்ணிருக்காங்க. இது எப்படி பண்ணிருக்காங்கன்னா, நம்ம ஷர்ட் கலர் குள்ள பாத்தீங்களா கேன்வாஸ் மெட்டீரியல், அதை பூ ஷேப்ல எல ஷேப்ல கட் பண்ணி கையாலே நூல் சுத்திருக்காங்க. கண்ணுக்கு காப்பர் கம்பி யூஸ் பண்ணி அதுக்கு மேல நூல் சுத்திருக்காங்க. கல்லு மரம் தண்ணியை தவிர பாக்கி நீங்க பாக்குற ஃப்ளவர்ஸ் பாரங்கள்ல இருக்க பாசி புல்லு தாமரை பூ தாமரை இலையில இருந்து எல்லாமே நூல் தான். லாஸ்ட்ல சாம்பிள் காட்டுவாங்க, தொட்டு பாருங்க, போட்டோஸ் இருக்குது. இங்கிலீஷ் சார் സംഭവം മനസ്സിലായോ? ഇതൊരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ ആണ്. തോട ഹട്ട്, തോടരെന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട്, അവരുടെ കുടിയാണ്, മനസ്സിലായോ? നീലക്കുടി. ആർട്ടിഫിഷ്യൽ ഗാർഡൻ സെയിൽസിലും വെച്ചിട്ടുണ്ട്. കൈപ്പണിയാണ്, കൈപ്പണി, മനസ്സിലായോ? ഞാൻ വിചാരിച്ച വല്ല വേറെ വല്ല സംഭവമൊക്കെ ആയിരിക്കും. കൈപ്പണിയാണ് സംഭവം, കുറെ പണിതിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. കലാബോധമുള്ളവരൊക്കെ വന്ന് നോക്കിയിരുന്നു പോകും. അതെ, നമ്മ കണ്ടിട്ട് പോയി 30, 60, 80 രൂപ അങ്ങനെ പോയിട്ടുണ്ട്. ഷൈബിനെ കുതിരപ്പുറത്ത് കയറ്റിയതാ. അങ്ങനെ ത്രെഡ് ഗാർഡനോട് വിട പറഞ്ഞ് ഞങ്ങൾ ഷൈബിനെ കുതിരപ്പുറത്ത് കയറ്റാൻ വേണ്ടി പോണേ. ഈ ഒരു കുതിരനെ കണ്ടിട്ട് അല്ലേ കൊള്ളാം, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് അമ്മ ഒരു തൊഴി കിട്ടിക്കഴിഞ്ഞാൽ സീനാണ്. അതിന് പതയുണ്ട്, പത. ഓ, അതിൻ്റെ ഒരു ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ. ഷൈബി അങ്ങനെ കയറാൻ പോണേണ്ട ഗൈസ്, കുതിരപ്പുറം. കുതിരപ്പുറം ബാസി. ഷൈബ് പിടിച്ചോ. സൗണ്ട് ഒന്നും ഉണ്ടാക്കല്ലേ, അതിനായില്ല. അങ്ങനെ ഷൈബി പോണേണ്ട, നോക്കി പോയിട്ട് വാട്ടാ. കുറച്ച് പൊക്കി പിടിച്ചോ. ഊട്ടിയിലൂടെ കുതിര സവാരി ചെയ്തോണ്ടിരിക്കുന്ന ടർബോ രാജാവ്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റ് വരെ ഉള്ളൂ കേട്ടോ. 200 രൂപയാണ് പറഞ്ഞ കാര്യം. ഇതിനെ കുതിര പുറത്ത് കയറ്റി വിട്ടിട്ടുണ്ട്, എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഞാനാ വെയിലത്ത് കൂടി നടക്കല്ല, ഞാനിവിടെ നിൽക്കാം, വരുമ്പോ ഷൂട്ട് ചെയ്യാം. ചൈബി പോണോക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എങ്ങനെയാണോ പൈസ ഗൂഗിൾ പേ ഇട്ടോട്? ക്യാഷോ? അങ്ങനെ ഷൈബിട കുതിരപ്പുറം ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ബോട്ട് ഹൗസിൽ പോവാ, ബോട്ട് ഹൗസിൽ പോവാ.
ഞങ്ങളോട് 11 മണിക്ക് എത്താൻ പറഞ്ഞാണ്, ഇപ്പൊ 10:23 ഇത് വേ ടു എൻട്രി അല്ല. ബോട്ട് ഹൗസ് എൻട്രി ടാരിഫാണ്ട 20 രൂപ. അപ്പൊ ബോട്ടിൽ കയറാൻ വേറെ ചാർജ് ഉണ്ടാവും. നല്ല തിരക്കാണ്ടോ? ഇവിടെ 2 പേർക്ക് 40 രൂപ ഉണ്ടോ മേടിച്ചേക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം നോക്കാം. ഊട്ടിയിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ്ട. നമുക്ക് സമയം ഉണ്ടാവില്ല സേവി. ഇതുകൊണ്ടാ 10:30 മണിയായി. 11 മണിക്ക് നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ. ഞങ്ങൾ കുതിര സവാരി നടത്തിയതുകൊണ്ട് സമയം പോയി. 2 സീറ്റർ 30 മിനിറ്റ്സ് 350 രൂപ വേണ്ട. ഒരാൾക്ക് 700 രൂപ 2 പേർക്ക്. സൈബറേ എന്തായാലും സമയമില്ല, നമുക്ക് കണ്ടക്കടവ് ചെല്ലാനത്ത് കണ്ടക്കടവിൽ പോയിട്ട് വഞ്ചി കയറാം. ഇത് നോക്കിയ 1/2 മണിക്കൂർ നമുക്ക് അരിഞ്ഞു പോകും. അതെ, ബോട്ടിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കോടാ. ബട്ട് നമുക്ക് ടൈമില്ല അല്ലേ, വെറുതെ സമയം കളയണ്ട. 2 പെഡൽ ബോട്ടിന് 350 രൂപ വേണ്ട ഒരാൾക്ക്. 2 പേർക്ക് 700 റുപ്പീസ് ആവും. ഇതൊക്കെ ഹണിമൂണിന് അല്ലെ പെണ്ണിനായിട്ട് വന്നിട്ട് ചെയ്യേണ്ട സംഭവങ്ങള്. കുറെ പ്രാവശ്യം ഊട്ടി വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നത്. നൈസൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ബോട്ടിൽ കയറാനുള്ള ക്യൂ ഉണ്ടാ. നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് ക്യൂ നിൽക്കുമ്പോൾ തന്നെ അവിടെ എത്തുമ്പോൾ 11 മണി കഴിയും. പിന്നെ നമ്മുടെ കൂടെ വന്നവരൊക്കെ പോസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഈ പാക്കേജിലൊക്കെ വന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബോട്ടിൽ കയറി സെറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ത്രെഡ് ഗാർഡനിലോട്ടൊക്കെ പോയാൽ മതിട്ടാ. ബോട്ടിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കോടാ. ചുറ്റും പച്ചപ്പല്ലേ, അടിപൊളി. ഒരു 8 പേരൊക്കെ വന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് അധികം എടുത്താൽ മതി. അതാകുമ്പോൾ അധികം പൈസ ഉണ്ടാവില്ല. അധികാരായിരിക്കണവളുടെ ഓടെ പണി. ഇത് കയറിയതും പോലെ ഒരു മാന്യത ഇല്ലാത്ത ആൾക്കാരാണ്. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കണേ. നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നു പണ്ടാണ്. ഒരുമാതിരി നമ്മ ഒന്ന് ഒളിച്ചു കയറിയ പോലെയാണ് അവരുടെ പെരുമാറ്റം. സ്റ്റാഫൊക്കെ വെറുതെ പട്ടി ഫ്രീക്കണ്ട, പട്ടിശോകം. ഒരുമാതിരി വന്ന് കയറുന്നൊക്കെ എല്ലാം കൂടെ കാശ് കൊടുത്തൊക്കെ ഇത്ര നമ്മ കയറിയിട്ട് ഒരുമാതിരി ആക്കിക്കൊണ്ടുള്ള സംസാരം ഉണ്ടാ. ഇവിടുത്തെ മരങ്ങോടന്മാരൊക്കെ ചെയ്യണത്. ഇപ്പൊ മരൊക്കെ അങ്ങനെ തന്നെ വിളിക്കണം. ആ പെണ്ണും പുള്ളിയുടെ ടിക്കറ്റാന്ന് അങ്ങനത്തെ. ഇവിടെ ടിക്കറ്റ് എടുക്കണവര് നമ്മ നെഞ്ചത്ത് ടിക്കറ്റ് ഒട്ടിച്ച് വെച്ചിട്ട് മാക്സിമം നടക്കാൻ ശ്രമിക്കാട്ടാ. ആ അതെ, അവിടെ ഒരു പരുന്തി കണ്ടിട്ടാ, അടിപൊളി. അവിടെ കയറിയെന്ന് 2 തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടൂടാ. അടിപൊളി. എന്തായാലും 20 രൂപ മുതലാക്കിട്ടാ. മറ്റേ കുപ്പിയിൽ 5 ലിറ്ററിന്റെ കുപ്പി മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് കുപ്പിയും പിടിച്ചെന്ന് നടക്കാനും പറ്റില്ല. പോലീസുകാരുണ്ട്, ഫൈൻ കിടക്കും. അതാണ് സീൻ. എന്തായാലും ഇപ്പൊ സമയം 10:45 ബോട്ടിങ്ങിൽ കയറാൻ പറ്റിയില്ലെങ്കിലും നമ്മ ബോട്ട് നോക്കി ഇങ്ങനെ നിൽക്കോട്ടെ. ഫ്രീ ജ്യൂസൊക്കെ കിട്ടോട്ടാ, 60 റുപ്പീസ്. ഐസ്ക്രീംസ്, കരിമ്പ് ജ്യൂസ്, അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടോട്ടാ. ഇവിടെ വേറെന്തോ സ്കേറി ഹൗസ്, ഹൊറർ ഹൗസ് ഉണ്ട് കേട്ടാ. വെറുതെ പൈസ കളയാൻ. 70 സിനിമാസ്, പല സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഒരു ഉത്സവപ്പറമ്പിൽ കയറിയ ഫീലാണ്ടാ. ഈ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മിനി ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ കയറാൻ പറ്റുമോടാ. നമുക്ക് എത്ര രൂപയാണെന്ന് നോക്കാം. നമുക്ക് മീശക്കാരൻ നിൽക്കണ്ടേ, കയറ്റി വിടും. ഇവിടെ ഈ മിനി ടോയ് ട്രെയിനിൽ കയറാൻ ഒരാൾക്ക് 60 രൂപ വേണ്ട വന്നേക്കണം. ഇവിടെ നിന്ന് അവിടം വരെ എന്തോ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് സംഭവം.
വിർച്വൽ റിയാലിറ്റി 90 വിർച്വൽ റിയാലിറ്റി ഷോ ഉണ്ട് കേട്ടോ. അതിലൊരാൾക്ക് 140 rupees ആണ്. നമുക്കിപ്പോൾ ഒന്നിനും സമയമില്ലടാ, മിസ്സാക്കി. അപ്പം എല്ലാവരും മറ്റേ ത്രെഡ് ഗാർഡനിൽ കയറാതെ ഈ മറ്റേ മിനി ട്രെയിനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കട്ടാ. ബോട്ടിലും കയറാൻ നോക്ക്, അല്ലെങ്കിൽ ഷോക വെറുതെ ത്രെഡ് ഗാർഡനിൽ കയറി സമയം കളഞ്ഞാൽ മതി. ഇവിടെ ഹാഫ് റൗണ്ട് 100, ഫുൾ റൗണ്ട് 200, ഡബിൾ റൗണ്ട് 400. ഇതെനിക്ക് തോന്നുന്നത് ഫുൾ റൗണ്ടാണെന്ന് നമ്മൾ എടുത്തത്. അതായത് ഇവിടെ നിന്ന് അപ്പുറത്തെ കഴിച്ചു വരെ, അതാണ് ഈ ഫുൾ റൗണ്ട് എന്ന് പറയണത്. 200 രൂപ പോകും. അങ്ങനെ ഞങ്ങൾ ഷാർപ്പ് 11 മണിയായപ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ബസ് കാണുന്നില്ല കേട്ടോ. 11 മണിക്കാരാന്ന് പറയണത്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഷാർപ്പ് ടൈമിൽ തന്നെ നമ്മുടെ വണ്ടി എത്തിയിട്ടാ. ഷാർപ്പ് ടൈമിങ് ഉണ്ടാവില്ല കാണിക്കണം. ഏകദേശം അങ്ങനെ ഞങ്ങൾ ബോട്ട് ഹൗസിനോട് വിട പറഞ്ഞ് വണ്ടി കയറി പുറപ്പെടണേണ്ട അടുത്ത സ്പോട്ടിലേക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ആകെ ബോട്ടാണിക്കൽ ഗാർഡനും ബോട്ട് ഹൗസും മാത്രമേ അറിയുള്ളൂ. പിന്നെ എങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകണമെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാട്ടാ. നമ്മ ഈ താഴത്തേക്ക് കണ്ട പോണത്. ഐ തിങ്ക് ദിസ് ഈസ് എൻട്രി ഫീസ് ₹10. ഇത് എന്താ സ്ഥലം എന്നറിയാം. क्या है ना, आप ऊपर एरोप्लेन व्यू से देख सकते हैं ना, वो राउंड शेप में दिखाई देगा आपको, वोल्केनो माउथ शेप में दिखाई देगा. इधर से 36 विलेजेस कवर होता है, नीचे से 36 विलेजेस कवर होता है. अभी भी 5 वैरायटी ऑफ आदिवासी लिविंग है. ഇതാണ്ട മറ്റേ കാത്തി വാലി വ്യൂ പോയിന്റ്. താഴത്തേക്ക് കൊണ്ടുവരാം, മേളിലേക്കോട്ടെ. ഹട്ട്സ് ടൈപ്പ് കോട്ടേജസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ കോട്ടേജസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും ഇവിടെ. ഇവിടെ നമ്മുടെ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് പോണ റെയിൽവേ ട്രാക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ഇവിടെയാണ് നമ്മുടെ ദിൽസെ മൂവി ഷൂട്ടിങ് ചെയ്തതെന്ന് പറഞ്ഞാൽ 15 ദിവസം ഷാരൂഖ് ഖാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നും കൂടി പറഞ്ഞിട്ടാ. പിന്നെ അങ്ങ് ദൂരെ ഒരു ചർച്ച് കാണുന്നുണ്ട് കേട്ടോ. ആ ചർച്ച് 150 വർഷം പഴക്കമുള്ള ചർച്ചാണെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ഇവിടുന്ന് 5 ടൈപ്പ് ആദിവാസി ഗ്രാമം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. 5 ഗ്രാമം കാണാൻ പറ്റുമെന്നാണ് പറയണത് ഈ മലയുടെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ. ശരിയാണ്, അവിടെ കുറേ ഉണ്ട്, ഇവിടെ കുറേ ഉണ്ട്, അവിടെ കുറേ ഉണ്ട്, അങ്ങോട്ട് കുറേ ഉണ്ട്. 5 ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കിയാൽ. ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം കേട്ടോ. അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ കാച്ചി മുമ്പോട്ട് നടക്കണം കേട്ടോ. ഇത്രയും കാണാനുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഒരു 10 രൂപ മേടിക്കണുണ്ട് കേട്ടോ കയറ്റാൻ. നല്ല തിരക്കാണ്ട ആ വ്യൂ കാണാൻ വേണ്ടി. ടെലിസ്കോപ്പിൽ നോക്കാനുള്ള ക്യൂ ആണ്ടായി കാണുന്നത്. നൈസ്. എത്ര നോക്കിയാലും എന്ത് കാണാനാ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എടാ തുരങ്കം കാണാൻ പറ്റും ട്രെയിൻ വന്ന. നൈസ്. നല്ല തിരക്കാണ്ട. സീനിരക്ക് ടെലിസ്കോപ്പിൽ നിന്നൊക്കെ ആൾക്കാർ നോക്കണ്ട. ഇതൊക്കെ തന്നെയാണ് കാഴ്ചകളുണ്ട് കേട്ടോ. പക്ഷെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. നല്ല 360 വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റൂടാ. നമുക്ക് 2 സോഡയും കുടിച്ചിട്ട് സ്കൂട്ടാകാം. യെസ്. മുട്ടൻ തിരക്കാണ് ഗൈസ്. ഒരു വെള്ളം കുടിക്കാൻ പറ്റില്ല. വെള്ളം നോക്കി കിടന്ന് മാങ്ങ മേടിച്ച അവസ്ഥ കേട്ടാ. മാങ്ങ എങ്ങനെയുണ്ട്? അങ്ങനെ 15 മിനിറ്റ് ആ ഒരു വാലി പോയിന്റും കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്തിട്ട ഗൈസ്. ഇനി എങ്ങോട്ടാണാവോ?
देखो 18 किलोमीटर आर्मी आउटर व्यू देख सकते हैं आप. फोटोज वीडियोस नॉट अलाउड. मैक्स कवर बाहर रखते हैं. ரெண்டு மலை இருக்கு பாருங்க, அதுக்கு நடுவுல தான் ஹெலிகாப்டர் ஓடுச்சு. सर इस जगह का नाम है सिंगारा टी गार्डन. 2500 एकड़ सिंगल ओनर प्रॉपर्टी है. आपको इधर टी ऑयल स्पाइसेस अच्छा लगेगा. चॉकलेट्स चाहिए, मसाला चाय, इलायची वाली चाय, तुलसी वाली चाय, अदरक वाली चाय, नॉर्मल कड़क चाय, वो जैसा फ्लेवर्स. पता इतना था, प्रोसेस अलग था. महीने में 2 बार निकालना, 15 दिन के एक बार, 5 साल के एक बार. वो जैसा आधा काटेगा तो फिर आने के लिए 3 महीने लगेगा. एक ऐसी ऑर्गेनिक देखने में सब चाय की खेती पे बीच बीच में एक पार्ट देख रहे ना, वो पार्ट का नाम तो सिल्वर ओक बोलता है. टी, जिंजर टी, तुलसी टी इधर फ्लेवर है. लीव्स इव्वलोदा प्रोसेस था വേറെ വേറെ. കഴിച്ച് നമ്മൾ സിംഗാര ടീ ഗാർഡനിലാണ് എത്തിയേക്കണത്. 2500 ഏക്കറാണ് ഇതിൻ്റെ ആസ്തൃതി എന്നാണ് പറയുന്നത്. 2500 ഏക്കറിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. വെരി ഹോട്ട്, ഡോണ്ട് ടച്ച്. കുറേ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്വൻറ്റിയൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ നല്ല റേറ്റ് ആയിരിക്കും. നമുക്ക് മട്ടാഞ്ചേരിയിൽ നിന്ന് മേടിക്കണം നല്ല സ്പൈസസ് ചെയ്യുന്നു. आप लोग अभी पीने वाला 10 मिनट बंद कर देना. पानी में डालेगा तो 10 मिनट में लीफ खुल जाएगा, कलर आ जाएगा. ഞാൻ അടുത്ത മസാല ടീ നമുക്കിങ്ങനെ ചായ കുടിച്ചിരിക്കാം. ये देखो आप लोग अभी पीने वाला मसाला टी. चाय पत्ती के अंदर इलायची, लौंग, दालचीनी, काली मिर्च, जायफल, अदरक, अठारा मसाला देगा. ഇത് ചോക്ലേറ്റാ. എന്റെ മോനെ പൊളിച്ച് आप लोग अभी पीने वाला ചോക്ലേറ്റ് ഇവരുടെ രക്ഷയിലടാ. മസാല ടീ അടിപൊളിയാ. ग्रीन टी मसाला टी 240 पड़ेगा. चाय का किलो 750 पड़ेगा. ग्रीन टी का മസാല ഷൈബിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ മസാലയും ചോക്ലേറ്റും രണ്ടെടുത്തോ. പൊളിച്ചിട്ടുണ്ട്. सर बोलो चाय पत्ती बोलो. അവർക്ക് കമ്മീഷൻ ഉണ്ട്, വേറെ ഒന്നുമല്ല. ഷൈബി മസാല ടീയും എന്ത് സാധനമാണ് മസാലയും ചോക്ലേറ്റ് അത് രണ്ടും മേടിച്ചിട്ടാ. പക്ഷെ രണ്ടും കഴിച്ചിട്ട് മേടിക്കാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞ പൊളിച്ച്. നമുക്ക് ഇതിന്റെ മേളിലേക്കൊന്ന് വലിഞ്ഞു കയറിയിട്ട് 2 ഫോട്ടോസ് എടുക്കാം. നമ്മൾ സിംഗാര ടീ ഗാർഡനിലാണ് ഇപ്പം നിൽക്കണത്. 2500 ഏക്കർ ഉണ്ട് കേട്ടോ ഇത്. എനിവേ ഇറ്റ്സ് വെരി നൈസ് ബ്രോ. നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ലൈവ് 360 വീഡിയോ ഇട്ട് കറക്കണേണ്ട. എല്ലാവരും തേയിലത്തോട്ടത്തിൽ കയറി നിന്ന് ഫോട്ടോസ് എടുക്കണേ. മേലോട്ട് കയറി പോകാൻ പറ്റില്ല, കാരണം അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ദൂരെ ഒരു വഴിയൊക്കെ കാണാട്ടാ. ആ മലയുടെ നടുക്കാണ് വന്ന് ഹെലികോപ്റ്റർ വീണെന്നാണ് പറയണത് കേട്ടോ. എന്തായാലും നല്ല നല്ല രസമുള്ള സ്ഥലമുണ്ടോ, അടിപൊളി. ഒരു ഫ്ലൈറ്റ് വേണം ഗൈസ്, അടിപൊളി. 1:30 കേട്ടാ. എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചിറങ്ങണേ കേട്ടാ. ഇതേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തു തരും ഇവിടെ. ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഡ്രസ്സാണ്, അതിൻ്റെ ഉള്ളിലൊക്കെ ഡ്രസ്സാണ്. ഫോട്ടോസൊക്കെ എടുത്തു തരും. പൈസ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടി കയറിയിരിക്കുകയാണ്. എൻ്റെ പാൻ്റൊക്കെ നിറച്ച് അഴുക്കായിട്ട്
തേയിലത്തോട്ടത്തിലേക്ക് പോയതാ. പാൻറ്റൊക്കെ സീനായി, 2 പാൻറ്റും കാപ്പി കളറായി. കിടിലം ബ്ലോക്ക് ഇട്ട് ഗൈസ്, രക്ഷയില്ല. പോസ്റ്റാണ്, പോസ്റ്റ്. കിടിലം ബ്ലോക്ക് വേണ്ട. ഇരിക്കണമൊക്കെ ഗൈസ്, എയറിലാണ് മരി ഇരിക്കണം. Sir, देखो sir, half an hour lunch time. Sir, உங்களுக்கு half an hour lunch time. Veg and non-veg இங்க இருக்கு, சரிங்களா? भाई साहब प्योर वेज चाहिए तो ऊपर है, वेज एंड नॉन-वेज नीचे है, ऊपर उसमें. മറ്റേ സിംഗാരത്ത് നേരെ ഇവിടെ ഒരു ഹോട്ടലിൽ കൊണ്ട് നിർത്തിയിട്ടാ. ഇന്ന് നമുക്ക് ഫുഡ് അടിക്കാനുള്ള സ്പോട്ടാണ്. സ്പോട്ട് നോക്കിയ ഫുഡ് അടിക്കാനുള്ള, പൊറോട്ട അടിക്കണ സ്പോട്ട് നോക്കിയ ഒരു 1-1.5 സ്പോട്ടിലാണ് നിർത്തിയാണ് ഫുഡ് അടിക്കാൻ. നല്ല വിശപ്പായി പോയല്ലടാ, ഒന്നും നോക്കിയില്ലടാ. ഫ്രൈഡ് റൈസ് മേടിച്ച് ഇത് കഴിച്ചിട്ടാണ് ഒരു ബിരിയാണിയും കൂടി മേടിച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു കാഴ്ച ഉണ്ട്. ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റോടാ. നമ്മ അപ്പുറത്ത് 10 രൂപ കൊടുത്ത് നോക്കിയ സ്കോപ്പ് ഇവിടെ ഉണ്ട് കേട്ടാ. നൈസാണ്ടാ. ഇവിടെ ഇങ്ങനൊരു സ്പോട്ട് ഉണ്ട്, ഹോട്ടലിന്റെ മേളിലുള്ള കാഴ്ച ഉണ്ടോ. ഫുഡ് അടിക്കാൻ നിർത്തിയ ഹോട്ടലിന്റെ മേളിലുള്ള കാഴ്ച. ഇതെന്തായാലും ഒരു കിടുക്കാച്ചി സ്പോട്ടിലാണ് കൊണ്ടേ ഫുഡ് അടിക്കാൻ നിർത്തിയത്. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അടുത്ത പോയിന്റിലേക്ക് പോണേണ്ട. भाई साहब देखो, वो रॉक का नाम है लैम्स रॉक है, 1200 फीट सिंगल रॉक है. ऊटी टू मेटुपालयम जाने के रास्ता में एक जगह का नाम है बर्लियार, उधर तक जाएगा ये सिंगल रॉक. 1200 फीट है. फर्स्ट माउंटेन பாருங்க, அதான் ஸ்லீப்பிங் லேடி மவுண்டன். അതാണ് വ്യൂ. ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊട്ടി മൊത്തം കാണാൻ പറ്റൂടാ. നമ്മ കൂട്ടുകാരായിട്ടൊക്കെ വരുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു സ്പോട്ടിലേക്കല്ലേ മാത്രം പോവുള്ളൂ. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ട ഇതേപോലെ ഒരു വണ്ടി, ഒരു പാക്കേജിലുള്ള വണ്ടി നോക്കാം. 300 റുപ്പീസല്ലേ ആവുള്ളൂ. അങ്ങനെ കയറി ഇരുന്നാൽ മതി മോനെ, എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു പോരാ. ഊട്ടിയിലും ഉണ്ട്, കൊടൈക്കനാലും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ടൂർ പാക്കേജ്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ടൊക്കെ പോവാം, നല്ല സ്ഥലങ്ങൾ നോക്കി പോവാം. ഞാൻ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ല തിരക്കുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിലായിട്ട് ഇത്ര തിരക്ക്, ശനി ഞായറൊക്കെ വരാതെ നോക്കാം. നമുക്കിവിടെ അരമണിക്കൂർ അനുവദിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി അടുത്ത വേറെ ഏതോ ടീ ഗാർഡനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്, റോസ് ഗാർഡൻ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ളൂ നിങ്ങൾ വന്നാലും. വണ്ടി നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെയും കുതിര സവാരി ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇതിനെ കൂടിയാണ്ട കയറിക്കൊണ്ട്. ഇവിടെ ടിക്കറ്റ് കൊണ്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാണ്ട ഫീസ്. എൻ്റെ അമ്മോ, ഇവന്മാര് സീനാണ്. തലയിലോട്ടൊക്കെ കയറും. ഇപ്പം ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെയാണോ പറയണത്. 10ാം ക്ലാസ്സിൽ ടൂർ കൊണ്ട് അല്ലേ. അങ്ങനെ ഇവിടെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമംഗലം ഫോറസ്റ്റ് എവിടെയെന്ന് ചോദിക്കാറ്. വാവ്, എൻ്റെ അമ്മോ, രക്ഷയിലടാ, പൊളിച്ച്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഗാദറിങ് വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റൂടാ.
അതിൻ്റെ മേളിലും കൂടി കയറിയിട്ട് നമുക്ക് ബസ്സിന് അങ്ങോട്ട് പോകാം. ഇവിടെ നോക്കിയാൽ കാതറിൻ വാട്ടർഫോൾസ് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മ ഡോൾഫിൻ നോയ്സിൽ നിന്ന് ഇറങ്ങിട്ടാ ഇനി അടുത്ത പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണം, വ്യൂ പോയിന്റിലേക്ക്. എങ്ങോട്ടാണെന്ന് ദൈവത്തിനറിയാം. രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ 3:48 2 വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റില്ല, പണിയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എത്താറായിക്കൊണ്ടിരിക്കുന്നു. കോളമന്നല്ല ആ വണ്ടിയിൽ തന്നെ പോകുന്നത്. അവിടെ ഒരു ശിവലിംഗത്തിന്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. നോക്കിയാൽ കാണാം മുത്തൂറ്റിന്റെ പരസ്യമാണ് കൊടുത്തേക്കുന്നത് എല്ലാ ബിൽഡിങ്ങിലും. എന്താ അടുത്തന്നെ ഇടയിൽ കൂടി കൊണ്ടുവന്ന് കയറ്റി അവിടെ സ്റ്റക്കാക്കിയിരുന്നതാ. അതിന്റെ നോക്കണേ. ഇടയിൽ കയറി എല്ലാ വണ്ടിയും പോലീസുകാർ തിരിച്ചു വിട്ടിട്ടാണ്. ബാക്കിലുള്ള വണ്ടിയൊക്കെ പോലീസുകാരൻ ഫൈൻ ഇടന്നിട്ടാണ്. 5 കാലമായിട്ട് ഇപ്പം ബ്ലോക്കിൽ കിടക്കണേ സീന. ഓക്കെ, വണ്ടി നമുക്ക് സൈഡ് വണ്ടിയില്ല കേട്ടോ. ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടാ കഴിച്ചു. കാരണം ഇപ്പൊ സമയം 5:30 മണിയായി. ഞങ്ങൾക്ക് കൊച്ചിയിലേക്കുള്ള ബസ് 7 മണിക്കാണ്. നമുക്ക് ഇവിടെ ബ്ലോക്ക് കിട്ടിയേക്കണോണ്ട് ഞങ്ങൾ ചാടി ഇറങ്ങി ബസ്സിൽ നിന്ന്. കാരണം ഇനി ആ ബസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലേക്കുള്ള ബ്ലോക്ക് മിസ്സാവും. ഇനി നമുക്ക് ഇവർ ഈ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കും കൂടിയാണ് പോകണുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ ഈ പാക്കേജ് അവസാനിക്കൂടാ. ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ ചാടി ഇറങ്ങി. ഊട്ടി. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ഇറക്കിയ സ്ഥലത്തുനിന്ന് 1/2 കിലോമീറ്ററിന് അടുത്ത് ദൂരം ഉണ്ട്. ബസ്സിൽ ടിക്കറ്റ് എടുക്കാം നമ്മള് ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി. ഷൈവി എന്താ പറയാ, ടൂട്ടി അല്ലടാ, ഊട്ടി. ആ ബസ് സ്റ്റാൻഡാണോ കിട്ടോ. നമ്മൾ ഈ ചേച്ചിയുടെ പുറകെ പോകണം ബസ് സ്റ്റാൻഡിലേക്ക്. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനുണ്ട. അത് ബസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ താമസിച്ച റൂമിന്റെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാടാം. ഇവനെ കൊണ്ട് തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും റെഡി മേടിച്ച് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ട്രെയിനിൽ കയറാൻ പറ്റിയില്ലെങ്കിലും റെയിൽവേ സ്റ്റേഷൻ എക്സ്പ്ലോർ ചെയ്തിട്ടാ. ദാറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ്.